കളിമണ്ണല്ല, ഇതൊരു വൈറ്റ് കളറാണ്. പണ്ട് നമ്മൾ ഈ മണ്ണൊക്കെ കുഴിക്കുമ്പോൾ പലതും കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പള്ളികളില്ലേ, മുസ്ലിം പള്ളികളുടെയൊക്കെ ഒരു മോഡലത്. മാളുകളിലെല്ലാം നമ്മൾ കാണുന്ന ആ ഒരു മോഡൽ സാധനമാണത്. ഇത് ഫുള്ളെല്ലാം മണ്ണിൽ ചെയ്തേക്കുന്നതാണ് അവർ. ഇതുണ്ട്, നല്ല ക്ലീൻ വർക്കാണ്. അത് വലിയൊരു ക്യാമൽ ഒട്ടകത്തിനാണ് ചെയ്തതാണ്. അതിൻ്റെ ഒരു കൈയില്ലാണ്ട്, കൈ ഒടിഞ്ഞു പോയതാന്ന് പറഞ്ഞു. പിന്നെ ഇത് ആര്യവേപ്പാണ്. നാരങ്ങണ്ടായി കിടക്കുന്നുണ്ട്. വാഴക്കുട്ടൻ കൊലച്ച് നിൽക്കുന്ന വാഴ അതിലൂടെ കാണാൻ സാധിക്കുന്ന മുഴുവൻ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെന്നും ബീച്ചിൽ പോകുന്ന വഴിക്ക് കുറേ സെറാമിക്കിൻ്റെയും അതേപോലെ തന്നെ കുറേ ചെടികളുടെയൊക്കെ ഈ റോഡ് സൈഡിൽ പോകുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡിൽ ഭയങ്കര ഒരു കളക്ഷൻ കാണാറുണ്ട്. അതായത് ഒരു 1/2 കിലോമീറ്റർ അതിങ്ങനെ ലെങ്ത്തിലാണ് കേട്ടോ ആ ഒരു ഷോപ്പുള്ളത്. ഷോപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ ഷോപ്പാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളെല്ലാ തവണയും ബീച്ചിൽ പോകുമ്പോൾ ആലോചിക്കാറുണ്ട് അവിടെ ഒന്ന് കയറണം, അവിടെ നിന്ന് ജസ്റ്റ് കയറിയിട്ട് അവരോട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്, എല്ലാത്തിനും ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മീൻസ് അവിടെ ഒന്ന് പോയി അവിടുത്തെ വീഡിയോസ് എല്ലാം എടുത്തൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അഗ്രികൾച്ചർ, അതായത് ഈ പറഞ്ഞ പോലെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അതേപോലെ പാത്രങ്ങൾ, ഇങ്ങനെ മൺകലം, ചെടിച്ചട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമുക്കും ഇത് കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഈ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഉള്ളിൽ ചെന്ന ഫോറസ്റ്റിൻ്റെ ഒരു ഫീലൊക്കെ ആണെന്നൊക്കെയാണ് നമ്മൾ ഫ്രണ്ട്സ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ്ട് ഗൈസ്, ചെറിയ കിണറില്ലേ, കിണറിൻ്റെ ഒരു മോഡലാണ്. ജസ്റ്റ് ഒരു കിണറിൻ്റെ ചെറിയ കുഞ്ഞി കിണറിൻ്റെ മോഡൽ. നമ്മൾ കുറച്ച് മുന്നേ ഒരു വലിയ കിണറിൻ്റെ ഉണ്ട്, ഇത് അതിൻ്റെ ചെറുതാണ്. ഇതെല്ലാം നമ്മൾ പഴയ ടൈപ്പ് പെട്ടികളെ ബോക്സസുകളുടെ ഒരു ഏരിയ ആണ് ഇത് ഫുള്ള്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതുണ്ട്, ഇത് ഫുള്ള് ഇത് മൊത്തം മണ്ണിലാണ് കേട്ടോ. മണ്ണല്ല പണിതേക്കുന്നത്, കളിമണ്ണിൽ തന്നെയാണ്. പക്ഷെ കളിമണ്ണല്ല, ഇതൊരു വൈറ്റ് കളറാണ്. അറബിക് സ്റ്റൈലാണ് ഇത് ഫുള്ള് വരുന്നത്. പണ്ട് നമ്മൾ ഈ മണ്ണൊക്കെ കുഴിക്കുമ്പോൾ പലതും കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നിധി എന്നൊക്കെ പറയുന്ന ടൈപ്പ്, അതേപോലത്തുള്ള ടൈപ്സാണ് ഫുള്ള്. പിന്നെ അത് ചെറിയത്, ഇതെല്ലാം മിററുകളാണ്. ഇതെല്ലാം അങ്ങനെ തന്നെ ആ ഒരു ടൈപ്പിൽ തന്നെ. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഈ പള്ളിയുടെയൊക്കെ ഒരു മോഡലാണ്. പള്ളികളില്ലേ, മുസ്ലിം പള്ളികളുടെയൊക്കെ ഒരു മോഡലത്.
പിന്നെ തൊട്ടിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് മറ്റേ കൂജയല്ലേ, നമ്മുടെ കൂജ, നോർമൽ കൂജയുടെ വേറൊരു ടൈപ്പാണ്. സ്റ്റാൻഡേ കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്വിച്ച് ചെയ്യിക്കാം. ഇതൊരു കളർഫുൾ സെറാമിക്. പിന്നെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള കുറേ ഇതുണ്ട്. പിന്നെ ഇതും ഇച്ചിരി ഹാർഡായിട്ട് നമുക്ക് ഈ ഏതാ പറയുന്നത്, പോർച്ചിലൊക്കെ വയ്ക്കാൻ പറ്റും, ട്രീ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ടൈപ്പിൽ മാളുകളിലെല്ലാം നമ്മൾ കാണുന്ന ആ ഒരു മോഡൽ സാധനമാണത്. ഇതും കൂജകളാണ്, ചെറിയ കൂജകൾ. ഇതിങ്ങനെ കേട്ടോ ഒരുപാടുണ്ട് കടകൾ, ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും ആയിട്ട് ഈ ഏരിയയിൽ തന്നെ. ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റും അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇഷ്ടംപോലെ കടകളാണ്. ഈ ഒരു ഒറ്റ ഇതിൽ തന്നെ വരുന്ന കടകൾ ഫുള്ള് വരുന്നത്. ഇതൊക്കെ സെയിം തന്നെ, എല്ലായിടത്തും സെയിം തന്നെയാണ് ഐറ്റംസ് ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഫുള്ള് ചെടികളാണ്, മൊത്തം ചെടികളുടെ കുറേ ഷോപ്പുകളാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടില്ലേ കുറേ ചെടികളുടെ തന്നെ ഷോപ്പുകളാണ് അവിടെ എല്ലാം ഫുള്ള്. ഇവിടെ നിന്ന് കൂടുതലും ഈ സെറാമിക്കിൻ്റെ ഇതേപോലുള്ള സാധനങ്ങളുടെയൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഇത് വരുന്നത്. കുറേ ടൈപ്പോളജിയൊക്കെ വരുന്നുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയ ക്യാമൽ, പിന്നെ ഒരു ഹോഴ്സ്, കുതിരയുടെയൊക്കെ ഉള്ളൊരു ചെറിയ സ്റ്റാച്ച് ഇതുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഫുള്ളെല്ലാം മണ്ണിൽ ചെയ്തേക്കുന്നതാണ് അവർ. ഇതുണ്ട്, നല്ല ക്ലീൻ വർക്കാണ്, ക്ലീനാണ് കേട്ടോ ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നതല്ല. അത് വലിയൊരു ക്യാമൽ ഒട്ടകത്തിനാണ് ചെയ്തതാണ്, അടിപൊളിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഈ വാട്ടറിലൊക്കെ വെക്കുന്നില്ലേ, വാട്ടർ ഗാർഡൻ്റെ ഒക്കെ വണ്ടിയിൽ കൊടുക്കുന്ന ടൈപ്പാണ്. എൻ്റെ ഒരു കൈയില്ല കേട്ടോ, കൈ ഒടിഞ്ഞു പോയതാന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്തുണ്ട്. എന്നാൽ ഇതിൽ വാട്ടറിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മേളിൽ ഇങ്ങനെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വാട്ടർ ഗാർഡനിലൊക്കെ ആ ഒരു മോഡലാണ്. പിന്നെ ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, കിണറിൻ്റെ സെയിം മോഡലിൽ തന്നെ. നമ്മൾ അപ്പുറത്ത് ചെറുതല്ല കണ്ടത്, ഇത് ഇച്ചിരി വലുത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ. ഇതാ അങ്ങോട്ട് ഈ ഒരു ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇത് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഇതിലൊക്കെ വരുന്നതാണ്, ചുമ്മാ അടുപ്പില്ലേ തീ കൂട്ടുന്നതിനൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഉള്ള സെറ്റപ്പിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ തോടാ വീഡിയോ ബനായേഗാ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്നുള്ള ഈ ഇതിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെടികളുടെ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ചെടികളാണ്. ഇത് ഇവിടുന്ന് മൊത്തം അങ്ങോട്ട് സെറാമിക്കിൻ്റെ ഒരു ഏരിയ ആയിരുന്നു ഫുൾ ഉണ്ടായിരുന്നത്. ഇനി ഇവിടുന്ന് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം ചെടികളുടെ ഒരു പോർഷനാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ കറിവേപ്പില്ലേ, കറിവേപ്പൊക്കെ ആണ് ഈ നിൽക്കുന്നത്. പിന്നെ ഇത് ആര്യവേപ്പാണ് കേട്ടോ, കറിവേപ്പിലെ ആര്യവേപ്പിൻ്റെ ഇത് ഒരുമിച്ചാണ്. പിന്നെ ഇത് നമ്മുടെ റോസ, ഇത് പുഴുവൊന്നുമില്ല, അപ്പോൾ ഏത് ടൈപ്പാണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ കണ്ടമാനം ചെടികളുണ്ട്, പലതിൻ്റെ പേര് എനിക്കറിയില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മുടെ നാടൻ പപ്പായ.
ഇത് നമ്മുടെ ചെമ്പരത്തി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ചെമ്പരത്തി പിന്നെ നമ്മുടെ മാവ് വേണ്ട മാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആളുകൾ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകളും വില്ലകളായിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ എല്ലാം കൊണ്ടുപോയി വെച്ച് ആളുകൾ വളർത്തുന്നുണ്ട്. നാരകം എനിക്ക് തോന്നുന്നത് ഇത് കടച്ചക്കയാണോ എന്ന് അറിയില്ല. കടച്ചക്കയുടെ ഒരു മരം പോലെ അല്ല, കടച്ചക്കയല്ല, ഇത് ബദാമിൻ്റെ ഇതാന്ന് തോന്നുന്നു. കണ്ടിട്ട് ബദാമിൻ്റെ ചെടി പോലെ ഉണ്ട്. നാരകമാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ വീണ്ടും പപ്പായ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ വള്ളിപ്പടർ പോലെ കയറുന്ന ഒരു ചെടിയുണ്ടല്ലോ, വേരികളിലൊക്കെ കാണാമല്ലോ, ആ ഒരു സാധനം അത്. ഇവിടെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നാരങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ വാഴക്കുട്ടൻ കൊലച്ച് നിൽക്കുന്ന വാഴ, കൊലയില്ല, വാഴ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ബക്കറ്റിലാണ് കേട്ടോ കേസ് വെച്ചേക്കുന്നത്. എല്ലാം കണ്ടോ, എല്ലാം കുറേ ബക്കറ്റിൽ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ ബക്കറ്റ് ഉൾപ്പെടെ കൊടുത്തുവിടും. കൊള്ളാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഇവിടെയും കുറേ ചെടികളൊക്കെ ഉണ്ട്, മരങ്ങളും ഉണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ ചെടികളാട്ടോ. ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് എൻ്റെ ബാക്ക് സൈഡ് എത്തിയപ്പോൾ നമ്മൾ കണ്ടു. ഇതിപ്പോൾ ലാസ്റ്റ് ബാക്കായി. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കട എന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് ഇനി അപ്പുറത്ത് പോയിട്ട് ഒരുപാട് കടകളുണ്ട് ഇതേപോലെ തന്നെ സെയിമിൽ. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. നമ്മുടെ പിന്നെ റോസില്ലേ, അതാണ് ട്രേ കാണുന്നത്. അതൊരു റോസ് കളറാണ്, കടലാസ് പൂ എന്ന് പറയുന്നത്. ആ ഒരു സാധനമാണ് നമ്മുടെ വരുന്നത്, കടലാസ് പൂവിൻ്റെ. ഇതെന്ന് പറയുന്ന ചെടി ഒരു ചെറിയ നോർമൽ നമ്മുടെ നട്ടുകൊളുത്താറുള്ള കുറേ ടൈപ്പ് ചെടികളാണ് ഇത് ഫുള്ളിട്ട്. അതെ, ഇതിങ്ങനെ ഈ സൈഡ് ഫുള്ള് ഇങ്ങനെയുള്ള കടകളാണ് കേട്ടോ മുഴുവൻ. അതിലൂടെ കാണാൻ സാധിക്കുന്നത് മുഴുവൻ ഇങ്ങനത്തെ ഒരുപാട് ചെടികളുള്ള കടകളാണ് ഫുള്ള് വരുന്നത്. മൊത്തം കാണാൻ പാകത്തിനുള്ളതാണ് വരുന്നത്. തൊട്ടാ ബിഡിയ വിനായക. ഓക്കെ, ഇത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കാണുന്ന അടുത്തൊരു കടയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സെയിം സെക്ഷൻ തന്നെ. ഇവിടെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്, നമുക്ക് കയറി നോക്കാം. ഇത് നമ്മുടെ കാണുമ്പോൾ തന്നെ കടലാസ് പൂവിൻ്റെ ഒരു അതായത് ചെടിച്ചട്ടിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ചെമ്പരത്തി, ഇവിടെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ കേസ്. അടുത്ത കാലം കുറച്ചുകൂടെ കൂടുതലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഇപ്പോൾ നമ്മൾ പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഒരു പ്രത്യേക കൂളിംഗ് ആണ് കേട്ടോ. ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ നടക്കുന്ന പോലെ ഒരു ഫീലാണ്. അടിപൊളിയാണ്. ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് മനസ്സിലാവും. ഇഷ്ടത്തോടെ സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ
മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കുറച്ചല്ലല്ലോ, ഒരുപാട് ടൈപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് എടുക്കാം. ആ ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിപ്പോൾ നടക്കുന്ന തന്നെ പ്രത്യേക സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ റോസ് ഉണ്ട്, അതെല്ലാം നമ്മൾ കണ്ടാണ്. പിന്നെ ഇവിടെ കുറേ നാരങ്ങ ഉണ്ടായിട്ടില്ല. അപ്പുറത്ത് നമ്മൾ കയറിയപ്പോൾ കുറച്ച് നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നാരങ്ങയില്ല. പിന്നെ ഇത് അതിൻ്റെ ചട്ടികളും ഇതെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പോകാനുള്ള സമയമായി, പോകാൻ നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പ്ലീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ല നല്ല അടിപൊളി ബഹ്റിൻ വീഡിയോസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബഹ്റിനിലായതുകൊണ്ട് ബഹ്റിൻ വീഡിയോസാണ് മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ ബഹ്റിലുള്ള ലോക്കൽ വീഡിയോസും നോർമൽ ഡെയിലി ലൈഫ് വീഡിയോസും ഒക്കെയാണ് നമ്മൾ ചാനലിൽ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.